നോയ്സ് പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ എയർബഡ്സ് പ്രോ 3 ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നേരത്തെ നമ്മൾ എയർബഡ്സ് 3 പരിചയപ്പെട്ടിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോയ്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആണിത്. ബ്ലൂടൂത്ത് വേരിയന്റ് 5.3 ആണ്. 45 അവേഴ്സ് പ്ലേ ടൈം തരുന്ന ഒരു കിഡിലൻ ബഡ്സ് ആണിത്. മാത്രമല്ല ഇന്ത്യയിൽ തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. നോയ്സ് എയർബഡ്സ് 3 പ്രോയുടെ അപ്ഡേറ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആസ് യൂഷ്വൽ ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രോഡക്ടറി ഓഫറിൽ നീക്കിയത് 1799 രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. പോസ്റ്റ് ഓഫർ പ്രൈസ് നിങ്ങൾ ഏകദേശം 1999 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട ശേഷം ഈ ഒരു ബഡ്സ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഗ്രാബ് ചെയ്യുക. ബിക്കോസ് ലേറ്റർ നിങ്ങൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ബഡ്സ് ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. മാത്രമല്ല അബ്ദുൾറഷീദ് മുക്കം ലിങ്ക് വഴിയും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വളരെ ക്വിക്കായിട്ട് എയർബഡ്സ് പ്രോ 3യുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. റീറ്റെയിൽ യൂണിറ്റ് ആണ് എൻ്റെ പക്കലുള്ളത്. നോയ്സിന്റെ ബ്രാൻഡിംഗ് കാണാനായിട്ട് പറ്റും. ബഡ്സിന്റെ നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിലായിട്ട് കുറച്ച് സ്പെക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സിനകത്ത് നമുക്ക് മെയിൻ യൂണിറ്റ് ടൈപ്പ്-C ചാർജിംഗ് കേബിൾ, എക്സ്ട്രാ ഇയർ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈസിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇയർ ടിപ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇൻ കേസ് നിങ്ങളുടെ ഇയർ ടിപ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എക്സ്ട്രാ പെയർ കൊടുത്തിട്ടുണ്ട്. വാറണ്ടി കാർഡ് ഉണ്ട്, യൂസർ മാനുവൽ ഉണ്ട്, കുറച്ച് സ്റ്റിക്കേഴ്സും ബോക്സിനകത്ത് അവൈലബിൾ ആണ്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനോട് കൂടിയാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. താഴെ എയർബഡ്സ് പ്രോ 3 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇന്ത്യയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ ഇയർബഡ്സ് ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും ഒന്ന് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇൻ കേസ് നമ്മുടെ വെഹിക്കിൾ എന്തെങ്കിലും രീതിയിൽ ആക്സിഡന്റിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെവി നല്ലപോലെ ഡാമേജ് ആകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. വർഷങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും സ്പെസിഫിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ സ്പെക്കും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേസിന്റെ ഓവറോൾ ഡിസൈനെ പറ്റിയും ലുക്കിനെ പറ്റിയും പറയുമ്പോൾ നമ്മുടെ എയർബഡ്സ് 3 പോലെ തന്നെയാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നോയ്സിന്റെ ബ്രാൻഡിംഗ് ഉണ്ട്. തൊട്ട് താഴെ ഒരു ചാർജിംഗ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു ടൈപ്പ്-C പോർട്ട് കാണാനായിട്ട് പറ്റും. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയാണ് ഈ ഒരു കേസ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബ്ലാക്ക് കളർ വേരിയന്റ് ആണ് നമ്മുടെ പക്കലുള്ളത്. ലിങ്ക് വഴി നിങ്ങൾക്ക് മറ്റ് കളർ വേരിയന്റും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 13mm ഡ്രൈവർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പെറൻസി മോഡ് അവൈലബിൾ ആണ്. ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഉണ്ട്. ഇൻസ്റ്റാ ചാർജ് സൗകര്യം അവൈലബിൾ ആണ്. IPX5 റേറ്റിംഗ് ഉണ്ട്. എയർബഡ്സ് 3 നമ്മൾ കണ്ടതുപോലെ തന്നെ കേസിന് പുറത്തൂടെ ഇത്തരത്തിലൊരു ലൈൻ ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് പറ്റും. കേസിന്റെ ഹെഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ ഇങ്ങനെ ഉൾവശത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിറകിലും ബഡ്സിന്റെ നല്ലൊരു ഇമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രാൻഡിന്റെ കുറച്ച് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രൈസ് കാണാനായിട്ട് പറ്റും. ഇതിന്റെ MRP വരുന്നത് 5499 ആണ്. അതുപോലെ തന്നെ നമ്മൾ ബഡ്സ് പുറത്തേക്ക് എടുക്കുമ്പോഴും നിങ്ങൾക്ക് കാണാം ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ എയർബഡ്സ് 3 ഒരു ലൈൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. നോയ്സിന്റെ ബ്രാൻഡിംഗ് ഇവിടെ കാണാനായിട്ട് പറ്റും. മാത്രമല്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ നോയ്സ് 2022 ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സ്മാർട്ട് വാച്ചസും അതുപോലെ തന്നെ ഇയർബഡ്സും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നതിൽ ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡുകളിൽപ്പെട്ട ഒരു ബ്രാൻഡാണ്. നമ്മുടെ ഇത് ബ്ലാക്ക് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇയർ ടിപ്സ് എല്ലാം ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇയർ ടിപ്സിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു മാറ്റ് ഗ്ലോസി ഫിനിഷോട് കൂടിയാണ്. മാത്രമല്ല ഇയർ ടിപ്സ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ്. നല്ല മാഗ്നറ്റിക് സപ്പോർട്ടോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ ഇത്തരത്തിൽ ടിൽറ്റ് ചെയ്യുമ്പോൾ തന്നെ ഹെഡ് ഇങ്ങനെ ഇത്തരത്തിൽ ഡ്രോപ്പ് ആകുന്നുണ്ട്. എയർബഡ്സ് 3 ഹെഡ് അത്തരത്തിൽ ഡ്രോപ്പ് ആയിരുന്നില്ല. ഇത്തരത്തിൽ പിടിച്ചാലൊന്നും താഴോട്ട് വീഴുന്ന ഇഷ്യൂ ഒന്നുമില്ല. നല്ല മാഗ്നറ്റിക് സപ്പോർട്ടോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. കേസിനകത്തും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയർബഡ്സിന് മുകളിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. നമുക്ക് ചെവിയിലേക്ക് വെക്കുന്ന സമയത്ത് നല്ലപോലെ ഫേം ആയിട്ട് നിൽക്കുന്നുണ്ട്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് അപ് ടു 30 ഡെസിബിൾ വരെ കിട്ടുന്നുണ്ട്. ഇയർബഡ്സ് ചെവിയിലേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് ANC ഫീൽ ആയി തുടങ്ങും. നല്ലപോലെ ഫേം ആയിട്ട് നിൽക്കുന്നുണ്ട്. വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഡ്രോപ്പ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹെഡ് ഇത്തരത്തിൽ ടിൽറ്റ് ചെയ്താൽ പോലും ഒരു ഇഷ്യൂ ഒന്നുമില്ല. നല്ലപോലെ ഫേം ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒന്നുമല്ല. വളരെ കോമ്പാക്ട് ഡിസൈൻ ആണ്. നമുക്ക് കയ്യിലൊക്കെ ഇത്തരത്തിൽ പിടിക്കാനൊക്കെ ആയിട്ട് പറ്റും. മാത്രമല്ല പോക്കറ്റിലൊക്കെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ വളരെ എളുപ്പമാണ്. ഫോണുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കിത് കണക്ടിവിറ്റി കിട്ടുന്നതാണ്. ഇത്തരത്തിൽ റിവ്യൂ യൂണിറ്റ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെയും ടെലഗ്രാം ചാനലിലൂടെയും ഏകദേശം 50% ഓഫിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതിന്റെ അപ്ഡേറ്റ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. ആ ഒരു 2 ചാനലും നിങ്ങൾ ജോയിൻ ചെയ്യുക. വെറും 10 മിനിറ്റ് നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 180 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കംപ്ലീറ്റ്ലി ചാർജ് ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ വെറും 10 മിനിറ്റ് നിങ്ങൾ പ്ലഗ് ചെയ്യുകയാണെങ്കിൽ 180 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. IPX5 റേറ്റിംഗോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ സ്വെറ്റോ അല്ലെങ്കിൽ വാട്ടർ ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇത് അഫക്റ്റ് ആകുന്നതല്ല. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ബഡ്സ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ വാറണ്ടി അതുപോലെ തന്നെ എങ്ങനെ ഇത് നമുക്ക് റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നുള്ളത്. ഈ ഒരു കേസിന് മുകളിലായിട്ട് നമുക്ക് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും. മെയിൽ അഡ്രസ് അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ കെയർ നമ്പറൊക്കെ ഉണ്ട്. അതിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യാവുന്നതാണ്. ക്വാഡ് മൈക്ക് അടങ്ങിയ ഈ ഒരു ബഡ്സിൽ നമുക്ക് ANC സപ്പോർട്ട് ഉണ്ട്. എൻവയോൺമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ANC സപ്പോർട്ട് നൽകുന്ന ഒരു ബഡ്സ് ആണ്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് അപ് ടു 30 ഡെസിബിൾ വരെ ഇത് സപ്പോർട്ട് നൽകുന്നുണ്ട്. ഈ ഒരു കേസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ 45 അവേഴ്സ് വരെ പ്ലേ ടൈം നൽകുമെന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഈ ഒരു കേസിൽ മുഴുവനായിട്ടും ചാർജ് ഉണ്ടെങ്കിൽ ഈ ഒരു ബെഡ് നിങ്ങൾക്ക് 4-5 തവണ വീണ്ടും പ്ലേസ് ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു 45 അവേഴ്സ് പ്ലേ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോയ്സ് എയർബഡ്സ് 3 നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രോ വേരിയന്റിൽ നമുക്ക് ANC അവൈലബിൾ ആണ്. കേസ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക് ആയിട്ട് അത് പെയർ ആകുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് പെയർ ആകുന്നുണ്ട്. കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്
ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്കണക്ട് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ ടച്ച് കൺട്രോൾസ് നോക്കുന്നതിനായിട്ട് നമുക്ക് ബഡ്സ് ഒന്ന് ക്വിക്കായിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്യാണ്. ട്രാക്ക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് പ്ലേ സ്റ്റോപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബഡിൽ ഇത്തരത്തിൽ 2 തവണ ടാപ്പ് ചെയ്താൽ മതി, അത് പോസ് ആകും. റെസ്യൂം ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു ബഡിൽ ഇത്തരത്തിൽ 2 തവണ ടാപ്പ് ചെയ്താൽ മതി. അത് ലെഫ്റ്റ് റൈറ്റ് വേരിയേഷൻ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു ബഡിൽ ഇത്തരത്തിൽ ടാപ്പ് ചെയ്താൽ പ്ലേയും പോസും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. റൈറ്റ് സൈഡിലാണ് ഇത്തരത്തിൽ സിംഗിൾ ടാപ്പ് കൊടുക്കുന്നതെങ്കിൽ വോള്യൂം ഇൻക്രീസ് ആകുന്നത് കാണാനായിട്ട് പറ്റും. ഇനി ലെഫ്റ്റിലാണ് നിങ്ങൾ ഇത്തരത്തിൽ സിംഗിൾ ടാപ്പ് കൊടുക്കുന്നതെങ്കിൽ വോള്യൂം ഡിക്രീസ് ആകും. ഇനി 3 തവണ നിങ്ങൾ ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. ലെഫ്റ്റിലാണ് ഇത്തരത്തിൽ 3 തവണ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. ടച്ച് വളരെ സ്മൂത്ത് ആണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ മാറുന്നുണ്ട്. പ്രീവിയസ് ട്രാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ 4 തവണ ഏതെങ്കിലും ഒരു ബഡിൽ ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റന്റ് വേക്കപ്പ് ആയിട്ട് നമുക്ക് കമാൻഡ്സ് കൊടുക്കാനായിട്ട് പറ്റും. ഇൻകമിംഗ് കോൾ റിസീവ് ചെയ്യുന്നതിനും അതുപോലെ ക്യാൻസൽ ചെയ്യുന്നതിനും ഇത്തരത്തിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണാം കോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കോൾ വരുന്ന സമയത്തും റിസീവ് ചെയ്യുന്നതിന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇൻകമിംഗ് കോൾസ് റിജക്റ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഏതെങ്കിലും ഒരു ബഡിൽ നിങ്ങൾ 2 സെക്കൻഡ് ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നോയ്സിന്റെ എയർബഡ്സ് പ്രോ 3യുമായി ബന്ധപ്പെട്ട ഈ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് ഓഫർ പ്രൈസിൽ 1799 രൂപയ്ക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. മാത്രമല്ല അബ്ദുൾ റഷീദ് മുക്കം എന്ന ആ ഒരു പേജിലും ഈ ഒരു ഡീറ്റെയിൽ അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഗ്രാബ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീലുകളും ഓഫറുകളും 𝗙𝗪𝗡𝗔𝗏𝗧 ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനൽ വഴിയും ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.